നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിക്കാരിയായ നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയിൽ ബോച്ചയെ പപ്പടം പോലെ പൊടിക്കാൻ കഴിയുന്ന തെളിവുകളുണ്ടെന്ന് ഹണി റോസുമായി അടുപ്പമുള്ളവർ പറയുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇവർ രഹസ്യമൊഴി നൽകിയത്. ബുധനാഴ്ച വൈകുന്നേരം കോടതിയിൽ നേരിട്ടെത്തിയാണ് രഹസ്യമൊഴി നൽകിയത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള പ്രധാനപ്പെട്ട നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹണി റോസിനെ കൊണ്ട് രഹസ്യമൊഴി നൽകിച്ചത് ബോച്ചയെ പൂട്ടാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയത്. സമർത്ഥമായ നീക്കം പൂർണ്ണമായും ഫലം കണ്ടു. കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്ത് എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനായിരുന്നു പോലീസ് നീക്കം. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഹർജി നൽകിയേക്കും. പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്നലെ തന്നെ നൽകിയതിലൂടെ ഇത് തടയുക എന്ന ലക്ഷ്യം കൂടി പോലീസിനുണ്ടായിരുന്നു. രഹസ്യമൊഴി കോടതിയുടെ മുന്നിൽ എത്തിയാൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുക ബുദ്ധിമുട്ടാവും. ഇത് മുന്നിൽ കണ്ടാണ് പോലീസ് നീക്കം നടത്തിയത്. ഇല്ലെങ്കിൽ അൻവറിന്റെ ജാമ്യം പോലെ ഇതും പൊളിഞ്ഞേനെ. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യലിന് ശേഷമാകും ഹാജരാക്കുക. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വയനാട്ടിൽ നിന്നും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെ അതീവ രഹസ്യമായ നീക്കത്തിലൂടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വയനാട്ടിലെ ഫാം ഹൗസിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് ലോക്കൽ പോലീസ് പോലും അറിഞ്ഞിരുന്നില്ല. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കാൻ രാവിലെ 4 മണി മുതൽ തന്നെ പോലീസ് വയനാട്ടിലെ ബോബിയുടെ ഫാം ഹൗസിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടും കൂടിയായിരുന്നു ഈ ഒരു നീക്കം. റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തു പോകാൻ തയ്യാറെടുക്കുമ്പോൾ പോലീസ് കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസും വയനാട് SP തപോഷ് ബസു മദാരിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ നീക്കം ലോക്കൽ പോലീസിനെ പോലും അറിയിച്ചിരുന്നില്ല. IT ആക്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരുന്നു. കേസ് സെൻട്രൽ SP ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ 10 അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. സംഘത്തിൽ 3 വനിതാ ഉദ്യോഗസ്ഥരുമുണ്ട്. ഹണി റോസ് പരാതി നൽകിയതിന് പിന്നാലെ തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു. തന്റെ പരാമർശം ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കണമെന്ന് കരുതിയായിരുന്നില്ല തന്റെ പരാമർശമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ഹണി റോസ് 2 മണിക്കൂർ എടുത്താണ് മൊഴി നൽകിയത്. വളരെ വിശദമായ മൊഴിയാണ് ജഡ്ജി എടുത്തത്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഹണി റോസ് തുറന്നു പറഞ്ഞുവെന്നാണ് വിവരം. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലടയ്ക്കാൻ പാകത്തിലുള്ള മൊഴിയാണ് താരം നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഹണിക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്ന് മുഖ്യമന്ത്രി നേരിട്ടാണ് DGP മനോജ് എബ്രഹാമിന് നിർദ്ദേശം നൽകിയത്. പ്രതി ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതോടെ പോലീസുകാർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇന്ന് ബോബിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. ബോബിയുടെ സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ നീക്കം. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള പഴുതുകൾ അടയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പണം എറിഞ്ഞു കളിക്കാൻ ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന ബോബിക്ക് ആരെ സ്വാധീനിച്ചും പുറത്തിറങ്ങാനുള്ള ധൈര്യം ആവോളമുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് പരാതി നൽകിയ ശേഷം ഹണി റോസ് തന്നെയാണ് ഇത് സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് 2 ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടി വന്നിരുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ആഭരണങ്ങൾ ധരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് അവർ നൃത്തം ചെയ്തിരുന്നു. പോസിറ്റീവായി ഞാനൊരു പരാമർശം നടത്തി. കുറെ പേർ അത് ദ്വയാർത്ഥത്തിൽ ഉപയോഗിച്ചു. അവർക്കത് ഡാമേജായി, വിഷമമായി. അതിലെനിക്കും വിഷമമുണ്ട്. ഞാൻ മനഃപൂർവ്വം ഒരാളോടും ഇങ്ങനെയൊന്നും ചെയ്യില്ല. തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടായിരുന്നു അതെല്ലാം എന്നും ബോബി പറഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യം തേടാനും അത് ലഭിക്കും വരെ പ്രതി ഒളിവിൽ പോകാനുള്ള പഴുതുകൾ അടച്ചുകൊണ്ടായിരുന്നു ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നടപടികൾ. ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് പിന്തുണ ലഭിക്കുമെന്നും ഹണി റോസിന് ഏറെക്കുറെ ഉറപ്പ് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ പരാതി ഹണി റോസ് നൽകിയത്. പോലീസ് ആകട്ടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്തിയില്ല. ബോബി ചെമ്മണ്ണൂർ കൺമുന്നിൽ തന്നെയുണ്ടെന്ന് ഉറപ്പാക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബോബി കർണാടകയിലേക്ക് പോകാൻ ഒരുങ്ങുന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ സെൻട്രൽ പോലീസ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു.
തുടക്കത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ നേരിടുന്ന ലൈംഗിക അധിക്ഷേപങ്ങളെ കുറിച്ച് ഹണിറോസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിനു താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഹണിറോസിനെ നേരിടേണ്ടി വന്നത്. ഈ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ആണെന്നും ആ തരത്തിലും ചിലർ കമന്റുകൾ ഇട്ടിരുന്നു. അധിക്ഷേപം എല്ലാ പരിധിയും കടന്നതോടെ ഹണിറോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. പോലീസ് 30 പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. താരസംഘടനയായ അമ്മയും ഇതിനിടെ ഹണിറോസിന്റെ പിന്തുണയുമായി രംഗത്തെത്തി. സമൂഹ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണ്ണൂർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെന്ന് വന്നതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനൊപ്പം മുഖ്യമന്ത്രി DGPയുമായി സംസാരിക്കാൻ സമയം തേടി. ഉന്നത പോലീസ് സംഘം ഹണിറോസിന് ആവശ്യമായ ഉറപ്പുകൾ നൽകിയതോടെ അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയെന്നതിനാൽ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ കൊച്ചിയിലെത്താനും ഒപ്പം മുൻകൂർ ജാമ്യം തേടാനും സാധ്യതയുണ്ടെന്ന് വ്യക്തമായിരുന്നു. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒളിവിൽ പോകാനും ഇത് സുപ്രീം കോടതി വരെ നീളാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ദ്രുതഗതിയിലുള്ള പോലീസ് നടപടികൾ ഉണ്ടായത്. വയനാട്ടിലെ റിസോർട്ട് നിരീക്ഷണത്തിലായതോടെ കർണാടകത്തിൽ കടക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കർണാടക അതിർത്തിയിൽ വരെ നിരീക്ഷണം കർശനമാക്കിയിരുന്നു. അതായത് ബോച്ചയ്ക്ക് ഊരാൻ കഴിയാത്ത തരത്തിൽ കച്ച മുറുക്കി. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് നടി ഹണിറോസ് പറഞ്ഞു. തന്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെ ആകണമെന്ന് തോന്നിയതായി ഹണിറോസ് പ്രതികരിച്ചു. മനസ്സിന് സമാധാനം കിട്ടിയ ദിവസമാണ് ഇന്ന്. അത്രയും വലിയ ടോർച്ചർ വർഷങ്ങളായി ഞാൻ അനുഭവിക്കുകയായിരുന്നു. അതിൽ നിന്ന് മറ്റു പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഞാൻ നിന്ന ഒരു വേദിയിൽ വെച്ച് മോശമായ പല പരാമർശങ്ങളും നടത്തിയത്. അത് കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ടും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. ഇതെന്നെ ഒരാൾ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലായിപ്പോയി. ഇവിടെ ഒരു നിയമമുണ്ട്, എന്നാൽ അയാൾ തുടർച്ചയായി പിന്നാലെ കൂടി ക്രിമിനൽ പ്രവൃത്തി ചെയ്യുകയായിരുന്നു. ഒടുവിൽ ഇത് നിർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാനും കുടുംബവും തീരുമാനമെടുത്ത് ഇതിനെതിരെ നീങ്ങിയത്. എല്ലാവരും ചേർന്ന് എടുത്ത തീരുമാനത്തിലാണ് കേസ് കൊടുത്തത്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമായി ഉറപ്പ് നൽകിയിരുന്നു കേസിൽ വ്യക്തമായ നടപടിയെടുക്കുമെന്നതാണ്. നേരത്തെ തന്നെ ഇതിനെതിരെ രംഗത്തെത്തേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇതിൽ നടപടി എടുത്തില്ലെങ്കിൽ ഈ കുറ്റകൃത്യം ഞാൻ ആസ്വദിക്കുന്നു എന്ന സന്ദേശം പുറത്തു വന്നേക്കാം. അതിനാൽ കൂടിയാണ് നടപടി ഇപ്പോൾ എടുത്തത്. ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ ഒതുങ്ങിപ്പോകുന്ന പ്രകൃതമായിരുന്നു എന്റേത്. പക്ഷെ നേരത്തെ തന്നെ പ്രതികരിക്കാത്തതിൽ ഇപ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് എന്നും ഹണിറോസ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയിൽ പ്രതികരിച്ചു. അതേസമയം ഹണിറോസ് തുടങ്ങിവെച്ച ധീരമായ പോരാട്ടത്തിന് പിന്തുണയെന്ന് സിനിമാ സാങ്കേതിക സംഘടനയായ ഫെഫ്കയും അറിയിച്ചു. ഹണിറോസിന്റെ നിശ്ചയദാർഢ്യവും ഉറപ്പുള്ള നിലപാടും സൈബർ ലൈംഗിക ആക്രമണത്തിനെതിരായ കൂട്ടായ പ്രതിരോധത്തിന്റെ ഭാഗമായി കാണുന്നതായി ഫെഫ്ക പറഞ്ഞു. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള നിർണായക നീക്കവുമായി അന്വേഷണ സംഘം രംഗത്തുണ്ട്. അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചിരുന്ന ഐഫോൺ ആണ് പിടിച്ചെടുത്തത്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിനിടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ രജിസ്റ്റർ ചെയ്ത FIRലെ വിവരങ്ങൾ പുറത്തുവന്നു. പരാതിക്കാരിയെ സമൂഹ മാധ്യമത്തിൽ അശ്ലീല ധ്വനിയോടെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും 2024 ഓഗസ്റ്റ് 7 കണ്ണൂർ ആലക്കോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലെ ഷോറൂം ഉദ്ഘാടനത്തിനിടെ ലൈംഗിക ഉദ്ദേശത്തോടെ പിടിച്ചു കറക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തു എന്നാണ് FIRലുള്ളത്. പിന്നീട് മറ്റൊരു ചടങ്ങിൽ പ്രതിയുടെ പെരുമാറ്റ ദൂഷ്യം മൂലം പങ്കെടുക്കാൻ വിസമ്മതിച്ച പരാതിക്കാരിക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ വീണ്ടും പരസ്യമായി ലൈംഗിക ധ്വനിയോടെ പരാമർശങ്ങൾ നടത്തിയെന്നും FIRലുണ്ട്. തുടർന്ന് സമാനമായ പരാമർശങ്ങൾ ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മീഡിയകൾ വഴി പ്രചരിപ്പിക്കുകയും പരാതിക്കാരിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്നും FIRലുണ്ട്. ബോബിയെ കൃത്യമായി കുരുക്കുക എന്ന ലക്ഷ്യമാണ് FIRന് പിന്നിലുള്ളത്. സ്ത്രീ ശരീരത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. കുറ്റകൃത്യമാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മറ്റൊരു കേസിൽ വിധി പറഞ്ഞിരുന്നു. 2017 മാർച്ച് 31 നടന്ന ഒരു സംഭവത്തിലായിരുന്നു വിധി. പരാതിക്കാരി KSEB ഉദ്യോഗസ്ഥയായിരുന്നു. സഹപ്രവർത്തകനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ആരോപിച്ചാണ് കേസ് നൽകിയത്. പുത്തൻവേലിക്കര സ്വദേശി M രാമചന്ദ്രനാണ് തനിക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയത്. ഇതിലാണ് ബോബി ചെമ്മണ്ണൂരിന് സമാനമായ ഉത്തരവുണ്ടായത്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബദറുദ്ദീൻ നടത്തിയ വിധി പ്രസ്താവം ചെമ്മണ്ണൂരിന്റെ കേസിലും ബാധകമാകും. അത്തരമൊരു ഉറപ്പിലാണ് പോലീസ് നീങ്ങുന്നത്. കേസിൽ ജാമ്യം കിട്ടിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പണി കിട്ടുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കേസാണിത്.